ജയന്തി ദിനത്തിൽ ജയിച്ചതാര് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ എം.വി. ജയരാജൻ, ഈ ശോഭായാത്ര നടക്കുന്ന ദിവസം തന്നെ ചട്ടമ്പി ജയന്തി ആഘോഷം സംഘടിപ്പിക്കുകയും വർണ്ണാഭമായ ഘോഷയാത്രകൾ അണിനിരത്തുകയും ചെയ്യുക വഴി എന്ത് സന്ദേശമാണ് CPM നൽകുന്നത്? വർഗീയതക്കെതിരായി പൊരുതാൻ ജനങ്ങളെയാകെ ഒരുമിച്ച് അണിനിരത്തുക എന്ന സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ ഇടതുപക്ഷം, വർഗബഹുജന പ്രസ്ഥാനങ്ങൾ, നാടിനോട് കൂറുള്ള കലാസാംസ്കാരിക സംഘടനകൾ ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് എന്നത് രാജ്യത്താകെ ഇപ്പോൾ ഉയർത്തേണ്ട ഒരു കാലമാണ്. ഞാനിപ്പോൾ നിങ്ങളുമായി സംവാദത്തിൽ ഏർപ്പെടുന്ന സ്ഥലം കതിരൂറാണ്. കതിരൂരിൽ പുറത്ത് നിന്ന് നിങ്ങൾക്ക് കേൾക്കാമോ എന്ന് എനിക്കറിയില്ല. ജാതി ചോദിക്കുകയല്ല സോദരി എന്ന ചരിത്രപ്രസിദ്ധമായ കവിത പാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യ നന്മയാണ് ഈ നമ്മളൊന്ന് എന്ന പരിപാടി. ചട്ടമ്പിസ്വാമി ദിനം മുതൽ അയ്യങ്കാളി ദിനം വരെ ശ്രീനാരായണ ഗുരുദേവൻ്റെ നമുക്ക് ജാതിയില്ല പ്രഖ്യാപനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ഇതോടുകൂടി അവസാനിപ്പിക്കുകയല്ല. ഇത് തുടർന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ദിനം വരവായി, തിരുവോണം വരവായി. ആ ഘട്ടത്തിലടക്കം വർഗീയതക്കെതിരായി, തീവ്രവാദത്തിനെതിരായി പൊരുതേണ്ടതുണ്ട്. RSSും ISും ഇത് രണ്ടും നാട്ടിന് ആപത്താണ്. ഈ തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടാക്കി കൊടുക്കണം. ന്യൂനപക്ഷ ദളിത് വേട്ട രാജ്യത്താകെ വ്യാപകമാണ്. മനുഷ്യനായി പിറന്ന നാട്ടിൽ എല്ലാ ജാതിയിലും പെട്ട, എല്ലാ മതത്തിലും പെട്ട മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയണം. അത് കഴിയാത്തൊരു സാഹചര്യം ഈ നാട്ടിൽ സൃഷ്ടിക്കുകയാണ് സംഘപരിവാർ ചെയ്യുന്നത്. സംഘപരിവാറിൻ്റെ അജണ്ട ജനങ്ങളെ സാമുദായികമായി ചേരിതിരിക്കലാണ്. ഹിന്ദു രാഷ്ട്രമാണ് ലക്ഷ്യം. ഒരു BJP MP ഈയിടെ പറഞ്ഞു, ഒരു മുസ്ലിം രഹിത ഇന്ത്യയാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്ന്. ഇങ്ങനെ വന്നാൽ നാളെ മറ്റൊരു MP ഒരു ഹിന്ദുരഹിത ഇന്ത്യയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയും. മറ്റൊരു ദിവസം മറ്റൊരു MP ക്രിസ്തു രഹിത ഇന്ത്യയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയും. പക്ഷെ നമുക്ക് പറയേണ്ടത് മാനവരുടെ ഇന്ത്യ വേണമെന്നാണ്. ഇതാണ് നമ്മളൊന്ന് എന്ന സാംസ്കാരിക സംഗമത്തിലൂടെ എല്ലാ പ്രസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നത്. മതത്തിൻ്റെ ചിഹ്നങ്ങൾ എടുക്കുന്നില്ല, മനുഷ്യരുടെ അടയാളങ്ങൾ എടുക്കുന്നു. ഞാനിവിടെ കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത, എല്ലാ ജാതിയിലും മതത്തിലും പെട്ട കുട്ടികൾ ഇവിടെ കരാട്ടെ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കതിരൂർ ഹൈസ്കൂൾ അങ്കണത്തിൽ. എന്തിനാണത്? സ്ത്രീത്വത്തെ അതൊരു ശക്തിയാക്കി മാറ്റാൻ. സ്ത്രീകൾ അബലകളാണെന്നുള്ളൊരു ധാരണ നാട്ടിലുണ്ട്. അത് മാറ്റിയെടുക്കാൻ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ, 200ലേറെ കുട്ടികൾ പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് എന്ന മുദ്രാവാക്യം ജനങ്ങളെ ഏറ്റെടുത്തു. വർഗീയതക്കെതിരായ ജനമുന്നേറ്റമാണ് ഈ ദിവസം നാട്ടിൽ കാണുന്നത്. ഇന്നത്തോടുകൂടി തീരുന്നില്ല, നാളെയുമുണ്ട്, 28 വരെ തുടരും. തുടർന്ന് ഓണക്കാലത്തും ഈ വർഗീയ വിരുദ്ധ ക്യാമ്പയിൻ നാട്ടിൽ സംഘടിപ്പിക്കും. ഉനയിൽ ഉയർന്ന ആ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പതാക, രണ്ടമ്മമാർ ഉയർത്തിയ പതാക, നമ്മുടെ നാടിൻ്റെ വർഗീയതക്കെതിരായ, ജാതി കോമരങ്ങൾക്കെതിരായ, തീവ്രവാദികൾക്കെതിരായ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പതാക നാട്ടിലാകെ ജനങ്ങളുടെ മനസ്സിലെത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉദ്ദേശം വിജയിച്ചു എന്ന് കാണാം. നിങ്ങൾ തന്നെ ഈ ചാനലിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ സംഘർഷമില്ലാതെ മനുഷ്യ നന്മ ലക്ഷ്യമാക്കിക്കൊണ്ട് മാനവിക ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകിയ എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. എല്ലാ രാഷ്ട്രീയക്കാരോടും ഞങ്ങൾ നന്ദി. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ RV ബാബു, ആചാര സ്വഭാവത്തോടെ ഉള്ളതോ ഏതെങ്കിലും ആചാരപരമായി നടക്കുന്ന ഒരു നീക്കത്തിന് എതിരെ ഉള്ളതോ അല്ല CPM യഥാർത്ഥത്തിൽ ഇന്ന് സംഘടിപ്പിച്ച് തുടങ്ങിയിരിക്കുന്ന ഈ പരിപാടികൾ. കാരണം ഇന്ന് അവസാനിക്കുന്നില്ല. ഇന്ന് അവസാനിച്ചാൽ മാത്രമല്ലേ ഉള്ളൂ നിങ്ങളെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അതേ വേഷം കെട്ടാൻ എന്നൊക്കെയുള്ള വാദഗതികൾക്ക് പിൻബലമുണ്ടാകും. ഇത് നീളുകയാണ് എന്ന് മാത്രവുമല്ല, കണ്ണൂരിലെ
ഏതാനും ചില ബുദ്ധികേന്ദ്രങ്ങളിൽ മാത്രമുണ്ടായി എന്ന വിമർശനത്തിനും ഇത്തവണ പ്രസക്തിയില്ല. പാർട്ടി ഒന്നടങ്കം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഏറ്റവും താഴെ തട്ട് വരെയുള്ളവരെ അതിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 2000 കേന്ദ്രങ്ങളിലാണ് ഇത് സംഘടിപ്പിക്കപ്പെടുന്നത്. അതിലൊരു 200 കേന്ദ്രം കണ്ണൂരുമാണ് എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ദിവസം കവർന്നെടുക്കുന്നു, നിങ്ങളുടെ ആശയങ്ങൾ കവർന്നെടുക്കുന്നു, നിങ്ങളെ തോൽപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. ഈ വാദഗതികൾക്ക് ഇനി പിൻബലമുണ്ടോ? പ്രത്യേകിച്ചും ചട്ടമ്പി ജയന്തി എന്ന രൂപത്തിൽ കൂടി ഈ ദിവസത്തെ CPM ഉദ്ഘോഷിക്കുമ്പോൾ. വേണു, ചട്ടമ്പി സ്വാമിയുടെ ഈ ജയന്തി ആഘോഷത്തെ സംബന്ധിച്ച് CPM നടത്തിയിട്ടുള്ള ഈ പരിപാടിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യാണല്ലോ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുമ്മനം സ്വാഗതം ചെയ്തു. അതിന് മുൻപേ തന്നെ RSSൻ്റെ നേതാക്കന്മാരും അതേപോലെ ഹിന്ദു സംഘടനാ നേതാക്കന്മാർ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. CPMനെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നാളിതുവരെ കാണാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ കാണാൻ തയ്യാറായി. ഈ നവോത്ഥാന നായകന്മാർക്കൊക്കെ ഒരു ചരിത്രമുണ്ടെന്നും അവരൊക്കെ ഈ നാടിന് വേണ്ടി വലിയ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നും ഇപ്പോൾ CPM തിരിച്ചറിയുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമാണുള്ളത്. അതുകൊണ്ട് CPM ഇപ്പോൾ ആകെ 2 സന്തോഷം. ഒന്ന്, പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇന്നത്തെ ഈ പരിപാടി കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ തന്നെ റിപ്പോർട്ടിൽ ശ്രീകൃഷ്ണ ജയന്തി 300ഓളം സ്ഥലങ്ങളിൽ കണ്ണൂർ ജില്ലയിൽ നടന്നു. 200ഓളം സ്ഥലങ്ങളിൽ CPM ഇതേപോലെ ഇന്നത്തെ ദിവസം പരിപാടി നടത്തി. രണ്ടിലും വലിയ തോതിൽ ആൾക്കാർ പങ്കെടുത്തു. നല്ല കാര്യമല്ലേ? ഇവിടെ അടിസ്ഥാനപരമായ ഒരു ചോദ്യം ഉയരുന്നത്, വേണു, എനിക്ക് സഖാവ് ജയരാജനോട് ചോദിക്കാനുള്ളത്, ആത്മാർത്ഥമായിട്ടാണോ ഈ സമീപനം എന്നാണ്. നിങ്ങളുടെ ആത്മാർത്ഥത എത്രയുണ്ട് ഈ കാര്യത്തിൽ? നിങ്ങൾ ഒരു അവസരവാദപരമായിട്ടുള്ള ഒരു അടവ് നയമായിട്ടാണോ ഇതിനെ കാണുന്നത്? ഇപ്പോൾ അതിനകത്തുള്ള രാഷ്ട്രീയം ആണോ നിങ്ങൾ മുന്നിൽ വയ്ക്കുന്നത്? അതോ ഈ സാമൂഹ്യ നവോത്ഥാന നായകന്മാരുടെ പ്രസക്തി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ ജയന്തി ഇന്ന് നിങ്ങൾ ആഘോഷിക്കുന്നു. ചട്ടമ്പി സ്വാമിയെ പൂർണ്ണ അർത്ഥത്തിൽ CPM ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ? ഞാൻ വേണു, ചട്ടമ്പി സ്വാമി എഴുതിയിട്ടുള്ള ഒരു പുസ്തകം നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾക്കറിയാവുന്ന പുസ്തകമാണ്. ഇത് ഇങ്ങനൊരു പുസ്തകം നിങ്ങൾക്കറിയാം. ക്രിസ്തുമത ഛേദനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ക്രിസ്തുമത ഛേദനം എഴുതിയത് ചട്ടമ്പി സ്വാമി എന്തിനു വേണ്ടിയിട്ടാണ് എന്നറിയാമല്ലോ? ക്രിസ്തുമത ഛേദനം ക്രിസ്ത്യൻ മിഷണറിമാർ അക്കാലത്ത് നടത്തിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള മതപരിവർത്തനത്തിനെതിരെ ചട്ടമ്പി സ്വാമികൾ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പൂർവ്വപീഠിക എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ആ പുസ്തകം എഴുതാനുള്ള കാരണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1-2 വാചകങ്ങൾ മാത്രം വായിക്കാം, സമയക്കുറവുണ്ടല്ലോ. ക്രിസ്തുമതസ്ഥരായ പാതിരിമാർ മുതലായ ഓരോരോ കുക്ഷിംബരികൾ നമ്മുടെ ഹിന്ദുമതത്തെയും ഈശ്വരനെയും ശ്രുതി സ്മൃതി മുതലായ ആപ്തവാക്യങ്ങളെയും ന്യായം കൂടാതെ ദുഷിച്ചും അജ്ഞാന കുഠാരം, ത്രിമൂർത്തി ലക്ഷണം, കുരുട്ടുവഴി, മറുജന്മം, സൽഗുരുലാഭം, സത്യജ്ഞാനോദയം, സമയപരീക്ഷ, ശാസ്ത്രം, പുല്ലേലി കുഞ്ചു മുതലായ ദൂഷണ പുസ്തകങ്ങളെ അച്ചടിപ്പിച്ച് പ്രസിദ്ധം ചെയ്തുകൊണ്ട് സാധുക്കളും അജ്ഞരുമായ പുലയർ, ചാന്നാർ, പറയർ മുതലായ ഹിന്ദുക്കളുടെ മനസ്സിനെ തൊപ്പി, കുപ്പായം മുതലായതുകളെ കൊടുത്ത് മയക്കി ഭേദിപ്പിച്ച് സ്വമതമാർഗത്തിൽ ഏർപ്പെടുത്തി നരകത്തിന് പാത്രീഭവിപ്പിക്കുന്നതിനെ നാം കണ്ടും കേട്ടും ഇരുന്നു കൊണ്ട് ഈ മഹാപാതകത്തിനെ തടയാൻ യാതൊരു കഴിവും സമ്പാദിക്കാതെ അടങ്ങിയിരിക്കുന്നത് അല്പം ഉചിതമല്ലെന്ന് മാത്രമല്ല, ഈ ഉദാസീനതയിൽ വെച്ച് ഹിന്ദുക്കളിൽ ഇതുവരെ 1/5 ജനങ്ങൾ ഈ അപകടത്തിൽ അകപ്പെട്ടു പോകുന്നതിനും മേലും ഈ കഷ്ടത പ്രചാരപ്പെടുത്തുന്നതിനും അത് നിമിത്തം നമുക്കും നമ്മുടെ സന്തതികൾക്കും ഐഹികാമുദ്രികളായ അനേക ഫലങ്ങൾക്ക് തടസ്സം അനുഭവിക്കുന്നതും സംഗതിയായി തീർന്നിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വേണു. ഈ ചട്ടമ്പി സ്വാമിയെ ആണോ CPM അംഗീകരിക്കുന്നത്? എനിക്ക് അറിഞ്ഞാൽ മതി. ഈ ചട്ടമ്പി സ്വാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് CPM നവോത്ഥാനത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഇതെൻ്റെ ഒരു ചോദ്യമാണ്. ഇനി 2, CPMന്റെ നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള CPMന്റെ നേതാവ് നമ്പൂതിരിപ്പാട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം, കേരളം മലയാളികളുടെ മാതൃഭൂമി, കേരളത്തിൻ്റെ സാംസ്കാരിക പ്രശ്നം, ഇങ്ങനെയുള്ള നിരവധി പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളിൽ ഇവരെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്താണെന്നറിയാം. ഇപ്പോൾ നവോത്ഥാന നായക സദസ്സും നവോത്ഥാന സദസ്സും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. ഈ നവോത്ഥാനത്തെക്കുറിച്ചുള്ള നമ്പൂതിരിപ്പാടിൻ്റെ അഭിപ്രായം എന്തായിരുന്നു? ബൂർഷ്വാ ദേശീയതയുടെ കൂടപ്പിറപ്പായ ദൗർബല്യമാണ് ഹൈന്ദവ പുനരുത്ഥാന വ്യഗ്രത. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പേജ് 181. ജന്മി നാടുവാഴി മേധാവിത്വത്തെ സൃഷ്ടിച്ചെടുക്കുകയും അരക്കിട്ടുറപ്പിക്കുകയും ചെയ്ത ആത്മീയ ദർശനമാണ് ആശാന്റെ ജീവിതത്തെ നയിച്ചിരുന്നത്. ആശാൻ മറ്റൊരു നവോത്ഥാന നായകനാണല്ലോ.
ഈ ആശാനെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഹൈന്ദവ സമൂഹത്തെയും സംസ്കാരത്തെയും ബൂർഷ്വാ രീതിയിൽ നവീകരിക്കുന്നതിനുള്ള പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ് മഹാരാഷ്ട്രയിലെ ജ്യോതിബ ഫുലെയുടെയും കേരളത്തിലെ ശ്രീനാരായണന്റെ പ്രസ്ഥാനത്തെയും വിലയിരുത്തേണ്ടത്. ഞാൻ ഒട്ടനവധി ഉദാഹരണങ്ങൾ വേണു ഇതുപോലെ ചൂണ്ടിക്കാണിക്കാം. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ സി ആർ നീലകണ്ഠൻ, കഴിഞ്ഞ തവണ ഈ ശോഭായാത്ര നടത്തുക വഴി CPM കൂടുതൽ പ്രതിരോധത്തിലാവുകയുണ്ടായി. ഈ രൂപത്തിൽ വേണമോ CPM-നെ പോലെയൊരു പാർട്ടി ഏതെങ്കിലും കേന്ദ്രങ്ങൾ ഹൈന്ദവ വർഗീയതയിലേക്ക് ഒരു സമൂഹത്തെ പരുവപ്പെടുത്താൻ ഇത് ദുരുപയോഗം ചെയ്യുന്നെങ്കിൽ അതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന ചോദ്യമാണെന്ന് ഉയർന്നത്? ഇന്നിപ്പോൾ ഈ ചട്ടമ്പി ജയന്തിയെ ഉന്നയിക്കുമ്പോൾ RV ബാബുവിനെ പോലുള്ളവർക്ക് കൂടുതൽ വാദഗതികൾക്ക് അവസരം കിട്ടുകയുമാണ്. അപ്പോൾ ശരിയായ ഒരു ഗൃഹപാഠത്തിൻ്റെ പിൻബലത്തിൽ തന്നെയാണോ CPM ഈ സാമൂഹ്യ ഉത്തരവാദിത്ത നിർവഹണമെന്ന വലിയ മുദ്രാവാക്യത്തെ ശരിയായി തന്നെ നയിക്കുന്നത്? അല്ല, ഇവിടെ നവോത്ഥാന നായകന്മാരെന്നല്ല, ചരിത്രത്തിൽ നിന്ന് ഏത് പുരുഷനെ എടുക്കുമ്പോഴും അവരെ അങ്ങനെ തന്നെ എടുക്കണം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം